ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ സെറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് റിവിഷൻ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് ടോസ് അക്കാഡമി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത്തവണ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റും നമുക്ക് ഒരു നിശ്ചിത പരിമിതമായ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഫിസിക്കൽ, ഓർഗാനിക്, തിയറട്ടിക്കൽ ആ ടോപ്പിക്കിനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആയിട്ടാണ് വരുന്നത്. ഒരു 8 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കോർഡിനേഷനിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. Fe ഫോംസ് എ ഹൈ സ്പിൻഡ് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് മാഗ്നറ്റിക് മൊമെന്റ് കാണാനായിട്ടുള്ള ചോദ്യമാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റൂട്ട് ഓഫ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻറ്റു നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് +2 ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം എല്ലാ ചോദ്യങ്ങളും ഹയർ ഡിഫിക്കൽട്ടി ലെവൽ ചോദ്യങ്ങളല്ല, കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ വരും. കോർഡിനേഷനിൽ നിന്ന് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ Fe3+ ആണ്, ഹൈ സ്പിൻ ആണ്. സോ Fe3+ ഹൈ സ്പിന്നിൽ കോൺഫിഗറേഷൻ വരുമ്പം D5 ആണ്. നമുക്കത് അറേഞ്ച് ചെയ്യാം. T2Gയിൽ 3ഉം EGയിൽ 2ഉമാണ്. സോ മൊത്തം 5 അൺപെയർഡ് ഇലക്ട്രോൺ. മാഗ്നറ്റിക് മൊമെന്റ് റൂട്ട് ഓഫ് n ഇൻറ്റു n+2 വരും. സോ റൂട്ട് ഓഫ് 5 ഇൻറ്റു 5+2 ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 7 ഇൻറ്റു 5 റൂട്ട് ഓഫ് 35. നമുക്കറിയാം റൂട്ട് ഓഫ് 36 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 36 എന്ന് പറയുന്നത് 6 ആണ്. സോ റൂട്ട് ഓഫ് 35 വരുമ്പം 6 വരില്ല, എന്നാലും 6നേക്കാൾ കുറവ്, ഓൾമോസ്റ്റ് 5.9 വരും. സോ ഓപ്ഷൻ എ 5.92 ബോർ മാഗ്നറ്റോൺ വിൽ ബി ദ ആൻസർ. അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് 65 ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം, റൂട്ട് ഓഫ് 49 ആണ് അല്ലെങ്കിൽ വരുന്നതെങ്കിൽ നമുക്കറിയാം റൂട്ട് ഓഫ് 49 7 വന്നു. അപ്പൊ നമുക്ക് ഒരു 48 ആണ് വരുന്നതെങ്കിൽ നമുക്ക് 6 പോയിന്റ് സംതിങ് വരുമെന്ന് അനുമാനിക്കും. അടുത്തത് തെർമോമെട്രിക് ടൈട്രേഷൻ ആണ്. തെർമോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ തവണ ഈ ഒരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെറ്റ് എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പൊ ആ ഒരു തെർമോമെട്രിക് ടൈട്രേഷൻ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് തെർമോമെട്രിക് ടൈട്രേഷൻസ് ആണ്. അപ്പൊ ഇവിടെ ഏത് കണ്ടീഷനിലാണ് തെർമോമെട്രിക് ടൈട്രേഷൻ നടത്തുന്നതെന്ന് ചോദിക്കാം. അഡയബാറ്റിക് കണ്ടീഷനിലാണ്, ഒറ്റ സ്റ്റെപ്പിൽ നടക്കും. ഹീറ്റ് ഓഫ് ഡൈല്യൂഷൻ വളരെ ചെറുതാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും വരുമ്പോൾ ഉള്ള ഗ്രാഫ് തെർമോമെട്രിക് ടൈട്രേഷനിലെ എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണെന്ന് ചോദിക്കും. ടെമ്പറേച്ചർ വേഴ്സസ് വോളിയം ആണ് ഇവിടെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. എക്സോതെർമിക്കില് ഒരു അപ്വേർഡ് കർവ് ആണ് വരുന്നതെങ്കിൽ എൻഡോതെർമിക്കില് സ്റ്റീപ്പ് ചെയ്ത് വരുന്ന ഒരു കർവ് ആണ് വരുന്നത്. ഈ രണ്ട് കർവിന്റെ വ്യത്യാസം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കർവ് കൃത്യമായിട്ട് പഠിക്കുക. അടുത്തത് നമ്മൾ നമ്മുടെ തിയറട്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്നും സ്പെക്ട്രോസ്കോപ്പിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് നമ്മളുടെ സ്പെക്ട്രോസ്കോപ്പിയിൽ NMR സ്പെക്ട്രോമീറ്ററിൽ നിന്ന് ഒരു ചോദ്യമാണ്. ഞാൻ ഒരു പ്രോബ്ലം ആണ് ഇട്ടിരിക്കുന്നത്. ഇൻ ആൻ NMR സ്പെക്ട്രോമീറ്റർ ഓപ്പറേറ്റിംഗ് അറ്റ് magnetic field strength 16.45 Tesla, റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ പഠിക്കുക. mu ഇൻറ്റു ജി ഇൻറ്റു B ഡിവൈഡഡ് ബൈ H ആണ്. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് 16.45 ടെസ്ല ആണെന്ന് തന്നിട്ടുണ്ട്. ജി ഫാക്ടർ 5.255 ആണ്. ദെൻ mu എന്ന് പറയുന്നത് 5.05 ഇൻറ്റു 10⁻⁻27 ജൂൾ പെർ ടെസ്ലയാണ്. ദെൻ നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ഉണ്ട്. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂവിന്റെ സ്ഥാനത്ത് 5.05 ഇൻറ്റു 10⁻⁻27, ജി ഫാക്ടർ 5.255, ബോർ മാഗ്നറ്റോൺ 16.45, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 ഇൻറ്റു 10⁻34. നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും 658.8 മെഗാ ഹെഡ്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ വരും. ഇങ്ങനത്തെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലൗഡ് ട്രാൻസിഷൻ കാണാനായിട്ടാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൽ വാല്യൂസിന്റെ വ്യത്യസ്ത വാല്യൂ വരുമ്പോൾ നൊട്ടേഷൻ എന്തൊക്കെയാണെന്ന് നോക്കണം. എൽ വാല്യൂ 0 വന്നാൽ അത് സിഗ്മയാണ്, 1 വന്നാൽ പൈ ആണ്, 2 വന്നാൽ ഡെൽറ്റ ആണ്, 3 വന്നാൽ ഫൈ ആണ്. ഇനി അലൗഡ് ട്രാൻസിഷന് ഡെൽറ്റ എൽ വാല്യൂ 0 അല്ലെങ്കിൽ +or-1 വരാം. ദെൻ സ്പിൻ മൾട്ടിപ്ലിസിറ്റി അത് ഓൾറെഡി നമ്മൾ ലാപ്പോർട്ടെ ഫോർബിഡൻസ് റൂളിലൊക്കെ പഠിച്ചാണ്. ഒരേ സ്പിൻ ആയിരിക്കണം, ഒരേ സ്പിൻ വാല്യൂസ് ആയിരിക്കണം വരേണ്ടത്. ദെൻ ജെറേഡ് ടു അൺജെറേഡും അൺജെറേഡ് ടു ജെറേഡും പറ്റും. നേരെ മറിച്ച് ജെറേഡ് ടു ജെറേഡും അൺജെറേഡ് ടു അൺജെറേഡും പറ്റില്ല.
അങ്ങനെ 3 സെലക്ഷൻ റൂൾ ആണ് നമുക്ക് അറിയേണ്ടതായിട്ട്. സോ ഡെൽറ്റ എൽ ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് വരുമ്പം നമുക്ക് സിഗ്മ ടു സിഗ്മ എൽ സിഗ്മ എന്താണ് എൽ വാല്യൂ സിഗ്മയുടെ 0 ആണ്, അനദർ സിഗ്മയുടെയും 0 ആണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ എഗെയിൻ 0 വരും. സിഗ്മ ടു പൈ, പൈയുടെ വില 1ഉം സിഗ്മയുടെ വില 0 ആണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ 1 ആണ് വരുന്നത്. സോ 0 1 അല്ലെങ്കിൽ 0 പ്ലസ് ഓർ മൈനസ് 1 അലൗഡ് ആണ്. നേരെ മറിച്ച് സിഗ്മയും ഡെൽറ്റയും കൂടെ എടുക്കുമ്പോൾ സിഗ്മ 0യും ഡെൽറ്റ 2 ആണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ 2 വരും. ദാറ്റ് ഇസ് ഫോർബിഡൻ ആണ്, അലൗഡ് അല്ല. പൈ ടു 5 അതുപോലെ അലൗഡ് അല്ല. അത് നേരെ മറിച്ച് പൈ ടു പൈ പറ്റും, ഡെൽറ്റ ടു ഡെൽറ്റ പറ്റും, 5 ടു 5 പറ്റും. സിഗ്മ ടു പൈ പറ്റും, പൈ ടു ഡെൽറ്റ പറ്റും, ഡെൽറ്റ ടു 5 പറ്റും. ഡിഫറൻസ് 1ഓ മൈനസ് 1ഓ വരാം, 0 വരാം. സോ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ലൗഡ് ട്രാൻസിഷൻ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഒരേപോലെ വരണം. സോ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്, ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾ നോക്കുക 1ഉം 3യുമാണ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി. സോ അത് നോക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡിലും അങ്ങനെ തന്നെ, തേർഡിലും ഫോർത്തിലും സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ്. സോ അത് ഓക്കെയാണ്. സിഗ്മ ടു സിഗ്മ, ഓക്കെ, സിഗ്മ ടു സിഗ്മ, സിഗ്മ ടു സിഗ്മ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് സിഗ്മ ടു സിഗ്മ എന്ന് പറയുമ്പം ആ ഡിഫറൻസ് എന്താണെന്ന് നോക്കുക. സിഗ്മ ടു സിഗ്മ, സിഗ്മ ടു സിഗ്മ അലൗഡ് ആണോ അതോ എന്താണ് ഫോർബിഡൻ ആണോ, അതോ സിഗ്മ ടു പൈ ആണോ അലൗഡ്? അപ്പം അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്താണ് ആദ്യമേ തന്നെ നിങ്ങളുടെ സെലക്ഷൻ റൂൾ മൊത്തം ഒന്ന് എഴുതി വെച്ചിട്ട് വേണം ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ നോക്കാൻ. അപ്പം അവസാനം തെറ്റരുത്. അപ്പൊ നമുക്കറിയാം ഇവിടെ സിഗ്മ ടു സിഗ്മ പറ്റും, സിഗ്മ ടു സിഗ്മ 0 ആണ്. എഗെയിൻ പ്ലസ് ടു പ്ലസ്, ആ കാര്യം കൂടെ നോക്കാം. പ്ലസ് ടു പ്ലസും അലൗഡ് ആണ്, പ്ലസ് ടു മൈനസ് അലൗഡ് അല്ല. ദെൻ മൈനസ് ടു മൈനസ് അലൗഡ് ആണ്, പ്ലസ് ടു മൈനസ് അലൗഡ് അല്ല. ഈ 3ലും 4ലും പ്ലസ് ടു പ്ലസും 4ല് പ്ലസ് ടു മൈനസ് ആണ്. സോ പ്ലസ് ടു മൈനസ് അലൗഡ് അല്ല, പ്ലസ് ടു പ്ലസ് അലൗഡ് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. സോ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരാം. അടുത്തത് സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിലെന്താണ് നമ്മുടെ സെലക്ഷൻ റൂള് എന്ന് പറയുന്നത് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളുടെ ഏതാണ് സെലക്ഷൻ റൂള് തരാം. കറക്റ്റ് മാച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൊട്ടേഷണൽ ട്രാൻസിഷനിൽ എന്താ പറയുന്നത്, സെലക്ഷൻ റൂള് മോളിക്യൂൾസിന് ഡൈപോൾ മൊമെന്റ് വേണമെന്നാണ്. ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 വരണം. റൊട്ടേഷണൽ ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. P3 അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഓപ്ഷൻ സി എന്നുള്ളത്. P ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഓക്കെ, P2 ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഓക്കെ, ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈബ്രേഷണൽ ട്രാൻസിഷൻ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. Q1 വന്നു. ഓക്കെ, അടുത്തത് R ഇലക്ട്രോണിക് ട്രാൻസിഷൻസിൽ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ്. ലാപ്പോർട്ടെ റൂൾ ആണ് വരുന്നത്. ഓക്കെ, ദെൻ മോളിക്കുലാർ എൻസംബിൾ, അത് നമ്മൾ പഠിക്കാത്തൊക്കെ ഒരു ഇതാണ്, നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ മോളിക്കുലാർ എൻസംബിളുടെ. അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിലൊക്കെ ഉള്ളതാണ്. സോ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഇത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഡെൽറ്റ എന്താണ്, ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. സോ റൊട്ടേഷണൽ ട്രാൻസിഷൻ ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. Vibration delta V is equal to plus or minus 1. Then electronic Laporte rule, molecular ensemble delta M is equal to plus or minus 1. Option C is the answer. Okay. അടുത്തത് ഡയമെൻഷൻസ് ഓഫ് പ്ലാങ്ക് കോൺസ്റ്റന്റ്. ഇത് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയല്ല,
പ്ലാങ്ക് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനുമായിട്ട് ഇക്വലന്റ് ആണ്. ഇത് ഏതാണെന്നാണ്, വേറൊന്നുമല്ല, ആംഗുലാർ മൊമെന്റം ആണ്. അപ്പൊ അത് പഠിക്കുക. ദെൻ ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ml² t⁻⁻1 ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്ക് E=h എന്ന് കിട്ടും. H=E/ν. എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml² t⁻², ഫ്രീക്വൻസിയുടെ t⁻⁻1. സോ ml² t⁻², ഡിവൈഡ് ബൈ t⁻⁻1 ചെയ്യുമ്പോൾ ml² t⁻⁻1 കിട്ടും. സോ ആംഗുലർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ml² t⁻⁻1 ആണ്. ഡയമെൻഷനിൽ നിന്നും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും ഒക്കെ നോക്കാനായിട്ട് മറക്കരുത്. അടുത്തത് ദ ബോണ്ട് ദാറ്റ് ഗേവ് ദ മോസ്റ്റ് ഇന്റൻസ് ബാൻഡ് ഇൻ ദ IR സ്പെക്ട്രം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൂടുതലും സ്ട്രെച്ചിങ് ഫ്രീക്വൻസികളെ കുറിച്ചും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. ഇന്റൻസ് ബാൻഡ് തരുന്ന ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓർക്കുക, ഇന്റൻസ് ബാൻഡ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ഇന്റൻസ് ബാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ്. ഇവിടെ നോക്കുക, H മാത്രമേ H ആണ് സെയിം കോൺസ്റ്റന്റ് ആയിട്ട് 4 ഓപ്ഷൻ ഉള്ളത്. വ്യത്യാസം കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കാണ്? ഓക്സിജൻ ആണ്. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് ഇന്റൻസിറ്റിയും കൂടും. ആ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ ഇവിടെ ഇന്റൻസ് ബാൻഡ് തരുന്ന ആരായിരിക്കും? ഓക്സിജൻ ആണ് ഇന്റൻസിറ്റി. സോ ഓക്സിജന്റെ ഹൈഡ്രജനും ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതൽ. സോ OH ബാൻഡ് വിൽ ഗിവ് യു ദ മോസ്റ്റ് ഇന്റൻസ് ബാൻഡ്. അപ്പൊ ഓർക്കുക, ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസിനെയാണ്. നേരെ മറിച്ച് നമ്മൾ ഹയർ ഫ്രീക്വൻസിയിൽ ഏതാ സ്ട്രെച്ച് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റേ ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്തും ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പോവില്ലേ? അങ്ങനെയല്ല. റെഡ്യൂസ്ഡ് മാസ് എന്ന് വെച്ചാൽ അതല്ല, ഇവിടെ ഇന്റൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സൈക്ലോ ഹെക്സൈന്റെ സ്റ്റേബിൾ ഫോം ഏതൊക്കെയാണെന്ന് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമുക്കിവിടെ അറിയേണ്ട കാര്യങ്ങള് ഇവിടുത്തെ ഇന്ററാക്ഷൻസുകൾ ഏതൊക്കെയാണെന്ന് ചിലപ്പം ചോദിക്കാം. അപ്പോ ഏറ്റവും സ്റ്റേബിൾ ഫോം എന്ന് പറയുന്നത് ചെയർ ഫോം ആണ്. പിന്നുള്ളത് ബോട്ട് ആണ്. ഇൻ ബിറ്റ്വീൻ കുറച്ച് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. ഹാഫ് ചെയർ, ട്വിസ്റ്റ് ബോട്ട്, അങ്ങനെയൊക്കെ. അപ്പം ഇവിടെ ചെയർ ഫോം ആണ് ഏറ്റവും സ്റ്റേബിൾ ഫോം. ചെയർ ഫോം എന്തിൽ നിന്നൊക്കെ ഒന്നുമില്ല. ആംഗിൾ സ്ട്രെയിൻ ഇല്ല, ടോർഷൽ സ്ട്രെയിൻ ഇല്ല, ഫ്ലാഗ് പോൾ ഇന്ററാക്ഷൻ ഇല്ല, എക്ലിപ്സ്ഡ് ഈഥൈൻ കണ്ടീഷൻ ഇല്ല. ബോട്ട് ഫോമിൽ ആംഗിൾ സ്ട്രെയിൻ ഇല്ല, പക്ഷെ ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട്, ഫ്ലാഗ് പോൾ ഇന്ററാക്ഷൻസ് ഉണ്ട്, എത്ര തരം 2 എക്ലിപ്സ്ഡ് ഈഥൈൻ കണ്ടീഷൻസും ഉണ്ട്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഒന്ന് പഠിക്കണം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് കൺഫർമേഷൻസിൽ നിന്നൊക്കെ. നമ്മൾ 8 ചോദ്യങ്ങൾ 8 ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും നമ്മൾ എങ്ങും എത്തിയില്ല. ഒരു സിലബസിന്റെ ഒരു ചെറിയ ഭാഗത്തിലേക്ക് മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് നോക്കുമ്പോൾ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കുറേ ക്ലാസ്സുകളുണ്ട്. എല്ലാം വ്യത്യസ്തമായ ടോപ്പിക്കുകളാണ്. റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ വരുന്നില്ല ക്വസ്റ്റ്യൻസ്. പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അത്രയും തന്നെ ഇപ്പം ലാസ്റ്റ് മിനിറ്റ് ഒരു റിവിഷൻ നോക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ആ ഒരു വീഡിയോസിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ ഇന്നേ വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പബ്ലിക് വീഡിയോസ് നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ആ കിട്ടുന്ന ഇൻഫർമേഷൻസ് മാത്രം മതിയാവും. ദാറ്റ് മീൻസ് അത് മാത്രം പഠിച്ചുകൊണ്ട് പോകാൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ നിൽക്കുന്നവർ അത്രയും വീഡിയോസ് മാത്രം കണ്ടാലും മതി. സമയം ഇല്ലാത്തവർ, ദാറ്റ് മീൻസ് അത് മാത്രം പഠിച്ചുകൊണ്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ ലാസ്റ്റ് മിനിറ്റ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ജോലിക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒന്നും നോക്കാൻ പറ്റാത്തവര് ഇത്രയും വീഡിയോസ്, ഒരു 19 വീഡിയോസ് ഉണ്ടാവും, ആ 50 വീഡിയോസ് എങ്കിലും നോക്കിയിട്ട് പോകും. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഡിസ്കഷൻസ് ഉണ്ട്, ആഡ് ഓൺ പോയിന്റ്സ് നമ്മൾ പറഞ്ഞാണ് ഓരോ പബ്ലിക് വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിപ്പോയാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നോക്കി പോകേണ്ട ഏരിയാസ് എന്നൊരു ഐഡിയ എങ്കിലും കിട്ടും. സോ അത്രയ്ക്കും നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പബ്ലിക് വീഡിയോ ആയിട്ട്. അപ്പൊ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ റിവിഷന്റെ ഭാഗമായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോവാ. ഈ സെക്ഷൻസ് എല്ലാം, ഈ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലൊക്കെ ഈ പുത്തനായിട്ട് വന്നിരിക്കുന്ന തെർമോമെട്രി, അതൊക്കെ നിങ്ങളൊന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.